ഹലോ, പെരുമഴയാണ് ഇപ്പോൾ ദിവസം മുഴുവൻ കേട്ടോ. അപ്പോൾ ദേ രാവിലെ ഞാൻ എന്തായാലും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ കാത്തിരുന്നത് പോലെയാണ്. പാത്തുവിന് പനിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ മദ്രസയിലോട്ട് വിട്ടിട്ടില്ല. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതേ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ എനിക്ക് എളുപ്പമാണ്. കാരണം തലേന്ന് തന്നെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് 2-3 ദിവസം അങ്ങനെ ഇരുന്നങ്ങ് ഓടിക്കോളും. കുറച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. ഇരിക്കുന്ന മാവെല്ലാം തീർന്നിട്ടും ഉണ്ടായിരുന്നു. കാരണം രാവിലെ വൈകുന്നേരവും വാപ്പ കാപ്പി കഴിക്കുന്നത് കൊണ്ട് വൈകുന്നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിലങ്ങ് ഉണ്ടാക്കും കേട്ടോ. ദോശയാണെങ്കിലും അപ്പമാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും. അതുകൊണ്ട് മാവ് അരച്ച് വെച്ചിട്ടില്ല. ഞാനതിട്ട് ശ്രദ്ധിക്കാനും പോയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്കൊരു മുട്ടൻ പണി കിട്ടി. മാവില്ലാത്തത് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പുമാവും പപ്പടവും ആയിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. അങ്ങനെ കൊച്ചിന് കൊടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് പനിയല്ലേ, അപ്പോൾ കഞ്ഞി വെള്ളമൊക്കെ അധികമായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കഞ്ഞിയൊക്കെ ആക്കി. പിന്നെ ഇന്ന് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കിട്ടിയതല്ല, ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഇന്നാണത് കറി വെക്കുന്നത്. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. അതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കുക്കറങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കി പപ്പടവും കൂടെ കാച്ചിയെടുത്തു. അതായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു മഴയും കൂടെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.